ഒരു പപ്പിച്ചേച്ചിയെ കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും പ്രചരണത്തിന് വേണം. കാര്യമായി വിളിച്ചിറക്കി ബൊക്കയും കൊടുത്ത് ഷാളുമിട്ട് 2 ദിവസത്തിനുള്ളിൽ എടുത്ത് തറയിലടിക്കുന്ന ആചാരം BJPയിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉള്ളതാണ്. അതിന് എത്ര ഉദാഹരണങ്ങൾ. മുൻ DGP സെൻകുമാർ, ജേക്കബ് തോമസ്, ഭീമൻ രഘു, മെട്രോ ശ്രീധരൻ, നുണപക്ഷം ജോർജും ചക്കനും, ഇപ്പോൾ ആ പട്ടിയിലേക്ക് ഇതാ കരുണാകരൻ്റെ മകൾ പത്മജയും. വഴിയിൽ കിടന്ന പത്മജയെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചു എന്ന അവസ്ഥയിലാണ് BJP നേതൃത്വം. തൃശ്ശൂരിൽ ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിച്ച് സുരേഷ് ഗോപിയുടെ നടുവുളുക്കാതെ ഈസിയായി തൃശ്ശൂർ പൊക്കാൻ സഹായിക്കും എന്നൊക്കെ കരുതിയാണത്രേ പത്മജയെ പൊക്കിയെടുത്തു കൊണ്ടുവന്നത്. പക്ഷേ പത്മജ പോയതോടെ കോൺഗ്രസിൻ്റെ നല്ല കാലം തെളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. താടിക്ക് കയ്യും കൊടുത്തിരുന്ന ചുണ്ണിക്കുട്ടനൊക്കെ തിളച്ച എണ്ണയിൽ കടുകെടുത്തിട്ട പോലെ പൊട്ടിച്ചിതറി ഓടിത്തുടങ്ങി. പത്മജയെ പൊക്കിയ ഒറ്റ കാരണം കൊണ്ടാണ് തൃശ്ശൂരിൽ നിന്നും പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കൊണ്ടുവന്നത്. പ്രതാപനാണ് നിന്നിരുന്നത് എങ്കിൽ 8 നിലയിൽ പൊട്ടുമായിരുന്നു. സുരേഷ് ഗോപിയുടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചതുമായിരുന്നു. വെറുതെ കിടന്ന വയ്യാവേലി തോട്ട് കെട്ടിപ്പിടിച്ചെടുത്ത് തോളത്ത് വെച്ച് പണി ഇരന്നു വാങ്ങി. സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും, അതോടെ സുരേഷ് ഗോപി ഭരചന്ദ്രൻ IPS ആകും, തങ്ങളുടെ കഥ കഴിക്കും എന്ന് മനസ്സിലാക്കിയ കണിച്ചിക്കുളങ്ങര ടീംസാണ് നൈസായി ഈ പണി കൊടുത്തത് എന്നാണ് വിവരം. കെ മുരളീധരൻ വന്നതോടെ മണ്ഡലത്തിൻ്റെ ഡൈനാമിക്സ് ആകെ മാറിമറിഞ്ഞു. തൃശ്ശൂർകാർക്ക് എന്തുകൊണ്ടും പ്രിയങ്കരൻ ലീഡറുടെ മകളെക്കായാലും മകനോടാണ്. പത്മജയെ ദയനീയമായി തൃശ്ശൂർകാർ 2 പ്രാവശ്യം പരാജയപ്പെടുത്തിയ ചരിത്രം ഒന്ന് പരിശോധിച്ചിരുന്നുവെങ്കിൽ BJP ഒരിക്കലും പത്മജയെ കൊണ്ടുപോകില്ലായിരുന്നു. പത്മജയെ ചുമന്നുകൊണ്ടുവരുന്നത് തനിക്ക് 8ന്റെ പണി തരാനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സുരേഷ് ഗോപി പത്മജയുടെ സ്വീകരണ ചടങ്ങുകളിൽ പങ്കെടുക്കാതിരുന്നത്. എന്തിന് ഒരു കമന്റ് പോലും ഈ വിഷയത്തിൽ ഇതുവരെ പറയാതിരുന്നത്. പത്മജ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിനിറങ്ങിയാൽ 8ന്റെ പണി കിട്ടും എന്നറിയാവുന്നത് കൊണ്ടാണ് BJP തൃശ്ശൂർ നേതൃത്വവും സുരേഷ് ഗോപിയും അതിന് മുൻകൈ എടുക്കാതിരുന്നത്. എന്നാൽ തങ്ങളുടെ ലക്ഷ്യം നിറവേറണമെങ്കിൽ പത്മജയെ കളത്തിൽ ഇറക്കിയെങ്കിലേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയാണ് സുരേഷ് ഗോപിയെ കൊണ്ട് തന്നെ ഇപ്പോൾ പറയിച്ച് അവരെ കളത്തിലിറക്കുവാനുള്ള ശ്രമമാണ് KJPക്കാർ നടത്തുന്നത്. ഇപ്പോൾ തന്നെ പത്മജയെ എടുത്ത് കരക്കിരുത്തിയാൽ വിമർശനം കേൾക്കും എന്ന് ഭയന്നാണ് അവരെ പതുക്കെ പുറത്തിറക്കുവാനുള്ള ശ്രമം നടത്തുന്നത്. പത്മജയെ ഇറക്കിയാലും പ്രശ്നം, ഇറക്കിയില്ലെങ്കിലും പ്രശ്നം എന്ന ധർമ്മസങ്കടത്തിലാണ് KJP നേതൃത്വം. ഏതായാലും കളിച്ച് സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ടായിരുന്ന മണ്ഡലത്തിൽ പത്മജയെ കൊണ്ടിറക്കി ഉള്ള സാധ്യതകളും കൂടി തല്ലിക്കെടുത്തി എന്ന് പറഞ്ഞാൽ മതി. കൊട്ടാരക്കര കൊണേശന്റെ അവിഞ്ഞ പ്രസംഗം പപ്പിച്ചേച്ചി എടുത്ത് കഴിഞ്ഞ ദിവസം അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെ ഉണ്ടായിരുന്ന വിലയും കൂടി പോയി. കൊണേശൻ എന്തിനാണ് വെളുപ്പാങ്കാലത്ത് വന്ന് വാച്ചിലിൽ നിന്നത് എന്ന് പറയാനുള്ള ബാധ്യതയും കൂടി പപ്പിച്ചേച്ചിക്കായി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.